നോക്കിയേ, ഏതോ ഒരു വലിയ സിറ്റിയുടെ മുകളിൽ കൂടെയാട്ടോ പോകുന്നത്. ഓ, വണ്ടികൾ പോകണോക്കി. ഇതൊക്കെ ആ എയറോ സിറ്റിയുടെ ഭാഗമാണ്. ഞാൻ ഓർത്ത അത്ര അങ്ങോട്ട് കത്തിയല്ല കേട്ടോ. ഈ ഒരു ഷോട്ടിൽ ഇന്ത്യ തന്നെയാണെന്ന് ഡൗട്ട് വരും, അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡൽഹിയിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തൊട്ട് എല്ലാം റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അകത്ത് സേഫ്റ്റി സെക്യൂരിറ്റി കൺസേൺസ് എല്ലാം ഉള്ളതുകൊണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാൻ ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബോർഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ അകത്ത് കയറി എൻ്റെ സീറ്റ് കണ്ടുപിടിച്ചിരുന്നു. ഡിപ്പാർച്ചർ മുമ്പുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയർ കണ്ടീഷനിങ് ഓണായി, ആ വൈറ്റ് മിസ്റ്റ് വരുന്നത് കണ്ടോ, എയർ കണ്ടീഷനിങ് ഓണായി. ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ ഓടി കിടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഫ്ലൈറ്റ് എടുക്കും. അപ്പോൾ ഇത് ഫ്ലൈറ്റ് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഫ്ലൈറ്റ് ഇങ്ങനെ കുറച്ച് ദൂരം റൺവേ കൂടെ ഇങ്ങനെ പോയിട്ട് ടാക്സി ചെയ്ത് പോകാമെന്നാണ് പറയുക. ടാക്സിങ് എന്നാണ് പറയുന്നത്. റൺവേ കൂടെ പോയിട്ട് ഇതിൻ്റെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള റൺവേയിൽ ചെന്നിട്ട് ഒറ്റയടിക്കുന്ന സ്പീഡ് കയറും. അതാണ് ഒരു ഫ്ലൈറ്റിലെ ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ആ ഒരു മൊമെൻറ്റ് ഭയങ്കര രസമാണ്. ഭയങ്കര പെട്ടെന്ന് സ്പീഡ് കയറിയിട്ട് നല്ല രസമാണ്. ഇതേ നോക്കിക്കോ, ഇപ്പം സ്പീഡ് കയറുവേ, നോക്കിക്കോ. അതെ, എടുത്ത് ഈ ഒരു ആക്സലറേഷൻ നല്ല രസമാണ്. 20 കിലോമീറ്ററിൽ നിന്ന് പെട്ടെന്ന് 100, 200, 300 കിലോമീറ്ററിലേക്ക് നമ്മൾ പോകുന്ന നല്ല രസമാണ് ആ ആക്സലറേഷൻ. ഈ വ്യൂ നോക്കി എന്ത് ഭംഗിയാന്ന്. അപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് 30-35,000 അടിയൊക്കെ പൊങ്ങ കേട്ടോ. ഇത് ജസ്റ്റ് എടുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. എപ്പോഴും ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. എനിക്ക് കറക്റ്റ് എഞ്ചിൻ്റെ അടുത്തുള്ള സീറ്റാണ് എനിക്ക്. ആ കാണുന്നതാണ് കേട്ടോ എഞ്ചിൻ. അപ്പോൾ അതേ ഫുഡ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫുഡില്ല, നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അതേ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. ഓ നോക്കിയേ, ഏതോ ഒരു വലിയ സിറ്റിയുടെ മുകളിൽ കൂടെയാട്ടോ പോകുന്നത്. കുരുകുരാന്ന് കാണുന്ന ഒക്കെ ബിൽഡിങ്സ് തന്നെയാണ്. എനിക്ക് മനസ്സിലായി ഏതാ സ്ഥലം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നെറ്റൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാ ഭംഗിയാന്ന് നോക്കി. ഇത് മുന്നേ കണ്ടുകൊണ്ട് ഞാൻ 2-3 സ്നിക്കേഴ്സ് ഒക്കെ എടുത്തിട്ടാണ് വന്നത് കേട്ടോ. നമ്മളിത് മാക്സിമം ആൾട്ടിറ്റ്യൂഡിൽ ഇപ്പോൾ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30-35,000 അടി പൊക്കത്തിലാണ്. താഴേക്ക് നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. പൊക്കമൊക്കെ മറ്റേ ഹൈറ്റൊക്കെ പേടിയുള്ള ആളുകൾക്കാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. പക്ഷേ ഈ ഒരു വ്യൂ മാരക വ്യൂ ആണ്. അപ്പോൾ നമ്മളിത് ഡൽഹി എത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഒരുപാട് താഴേക്ക് പോകുന്നു. ഈ കാണുന്ന ഡൽഹി സിറ്റിയാണ് താഴെ കാണുന്നത്. അതെ, ആ കാണുന്ന ഇത് കണ്ടോ, സ്റ്റേഡിയം കണ്ടോ, അത് മറ്റേ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് ഈ കാണുന്നത് കണ്ടോ. അപ്പോൾ എന്നാ ഭംഗിയാന്ന് നോക്കി. സിറ്റി കണ്ടോ താഴെ മൊത്തം. ഡൽഹി സിറ്റി മൊത്തം ഒരുമാതിരിപ്പെട്ട ഏരിയ മൊത്തം കാണാം കേട്ടോ ഇവിടുന്ന്. ഓ, വണ്ടികൾ പോകണ നോക്കി. അപ്പോൾ നമ്മളിത് ലാൻഡ് ചെയ്യാൻ പോവാണേ. വലിയ മതിയായ എയർപോർട്ടാണ് കേട്ടോ ഡൽഹി എയർപോർട്ട്. ഭയങ്കര വലിയ എയർപോർട്ടാണ്. ജസ്റ്റ് ഇതേ പുറത്തോട്ട് ഇറങ്ങി, പ്ലെയിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് എക്സിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബാഗേജ് ട്രേസ്. ഇവിടുന്ന് ബാഗേജ് കളക്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ചെക്കിൻ ബാഗൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കാകെ ക്യാബിൻ ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കിത് കളക്ട് ചെയ്യേണ്ട, നേരെ പുറത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി. ഇവിടെയാണ് ഈ ടാക്സി ആളുകളൊക്കെ നിൽക്കുന്നത്. ഭയങ്കര റേറ്റാണ്.
ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് 1000 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ മെട്രോയുടെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പോകാനുള്ള ഏരിയയിലേക്കാണെങ്കിൽ ആ മെട്രോ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് മെട്രോ ഫീഡർ ബസ്സാണ്. അപ്പോൾ അത് ആ കിടക്കുന്ന ബസ് മെട്രോയുടെ ഫീഡർ ബസ്സായിരിക്കും. അപ്പോൾ അത് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് അത് കയറി കഴിഞ്ഞാൽ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. നിയറസ്റ്റ് അല്ല, ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള മെട്രോ സ്റ്റേഷനിലേക്കായിരിക്കും. ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ പോയി നോക്കാം. അല്ലാതെ ടാക്സി പിടിച്ച് പോകാനായിട്ട് പ്രാക്ടിക്കൽ അല്ല, ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഈ ബസ് എയറോസിറ്റി മെട്രോ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ദെൻ ആഫ്റ്റർ ദാറ്റ് എനിക്ക് കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് റാപ്പിഡോ വല്ല വിളിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ബസ്സിൽ കയറി. അപ്പോൾ ഇത് മെട്രോയിലേക്കുള്ളതാണ്, എയറോസിറ്റി മെട്രോ സ്റ്റേഷനിലേക്കുള്ളതാണ്. 40 റുപ്പീസാണ് ചാർജ്, 40 റുപ്പീസ്. അപ്പോൾ ഞാൻ ഇതിൽ കയറാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കയറി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ക്യാബ് ബുക്ക് ചെയ്യുന്നതാണ് ലാഭം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്യാബും ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ക്യാബിനെല്ലാം ഒരു 500 റുപ്പീസ് എങ്കിലും മിനിമം വരും. ദെൻ ഒരു 150 റുപ്പീസ് എന്തോ അവർ ഫാസ്ടാഗിൻ്റെയും എക്സ്ട്രാ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി, ഈവൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കിട്ടിയാൽ മതി. മെട്രോയിലേക്ക് പോകണമെന്നില്ല. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം. അതിന് ശേഷം നമുക്ക് ക്യാബ്, റാപ്പിഡോ ഒക്കെയാണ് ഇവിടെ ലാഭം. ഞാൻ നോക്കിയിട്ട് റാപ്പിഡോ ആണ് ഏറ്റവും ലാഭമുള്ളത് ഇവിടെ. അപ്പോൾ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഞാൻ ഇവിടെ നിയറസ്റ്റ് ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്, ഒരു ഹോട്ടൽ ഡീസൻറ്റ് സ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ട് അതിന് ശേഷം അങ്ങോട്ട് പോകാം. പുറത്ത് നല്ല ചൂടാണ്, പക്ഷേ ഇത് AC ബസ്സാണ് കേട്ടോ. ഇതിൽ AC ഉണ്ട്, അതുകൂടാതെ ഫാനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ബസ് ഓൾമോസ്റ്റ് ഫില്ലായി. അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി. അപ്പോൾ ഈ വണ്ടി എയറോസിറ്റി എന്ന് പറയുന്ന പുതിയൊരു ഏരിയ ഉണ്ട് ഡൽഹിയിൽ. ഒരു പോഷ് ഏരിയ ആണ്, ഗുരുഗ്രാമൊക്കെ പോലെ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ എയറോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ എയറോസിറ്റിയിലൊരു ഹോട്ടലിലായിരുന്നു നിന്നത്. അവിടെ നല്ല പോഷ് ഹോട്ടൽസും പിന്നെ ഹോസ്പിറ്റാലിറ്റി, റെസ്റ്റോറൻറ്റ്സ്, ഓഫീസ് സ്പേസസ്, അങ്ങനെ ഒരു മോഡേൺ സിറ്റിയാണ്. ഡൽഹി തന്നെയുള്ളൊരു മോഡേൺ സിറ്റിയാണ് എയറോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട്. നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ തന്നെയാണോ എന്ന് ഡൗട്ട് അടിക്കും. അങ്ങനത്തെ ഒരു ഏരിയ ആണ് എയറോസിറ്റി. ഒരു സ്ലം ഏരിയ ആണ്, പക്ഷെ ഒരു മതിലൊക്കെ കെട്ടി വൃത്തിയായിട്ട് മതിലൊക്കെ കെട്ടി മറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തും. ദെൻ മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴി ഇതാണ്. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് മെട്രോ സ്റ്റേഷനിൽ കയറേണ്ട കാര്യമില്ല, പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല. നല്ല വെയിലും നല്ല ചൂടുമാണ്. എത്ര ദൂരം ഉണ്ടെന്ന് അറിഞ്ഞൂടാ, പോയി നോക്കാം. ഇതാണ് മെട്രോ സ്റ്റേഷൻ എൻട്രൻസ്. അപ്പോൾ പ്ലാറ്റ്ഫോം അങ്ങോട്ടാണ് പ്ലാറ്റ്ഫോം. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് കയറിയാൽ കുറച്ച് കാണാനുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഭയങ്കര സെക്യൂരിറ്റിയാണ്, ഭയങ്കര സെക്യൂരിറ്റി എല്ലാം എടുത്ത് ചെക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ബാഗ് അമ്മമാരുടെ അടുത്ത് കൊടുക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അകത്തേക്ക് കയറിയില്ല. ഞാൻ പുറത്തേക്ക് പോവാണ്. ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഇല്ല. അപ്പോൾ ഞാൻ ഓർത്ത് നടക്കാമെന്ന് ഓർത്തു, നടന്ന് കാണാമെന്ന് ഓർത്തു. നല്ല വെയിലാണേ. ഞാൻ ഈ കണ്ട വെയിലൊക്കെ കൊണ്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ കുട എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. ഈ കുട
ഞാൻ മറ്റേ കൊച്ചി എയർപോർട്ടിൽ വെച്ചിട്ട് അവർ സ്കാൻ ചെയ്ത് പിടിച്ച് എഗെയിൻ വീണ്ടും സ്കാനൊക്കെ ചെയ്യേണ്ട വന്നായിരുന്നു. അപ്പോൾ കാരണം ഞാൻ ഇത് ക്യാബിൻ ബാഗിലാണല്ലോ ഇട്ടത്. അപ്പോൾ അവർ എന്തെങ്കിലും വെപ്പൺ പോലെ ഇരിക്കുന്ന എന്ത് ഒബ്ജക്റ്റ് കണ്ടാലും അവർ ഒന്നുകൂടിയും അവർ സാധനം പുറത്തെടുത്തൊക്കെ ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കുടയാണ്. ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ കുറച്ച് നടന്നപ്പോഴും വയ്യാതായിട്ടോ. കാരണം നല്ല ചൂടാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള വഴികളാണ്. ഇതൊക്കെ ആ എയറോ സിറ്റിയുടെ ഭാഗമാണ്. നല്ല പോഷ് ഏരിയ ആണ്, നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട്. എസ്പെഷ്യലി ഈവനിങ് ഒക്കെ ആണെങ്കിൽ നല്ല രസമാണ് ചുമ്മാ അതിൽ കൂടെ നടക്കാനായിട്ട്. കാരണം ബ്ലോക്ക് ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൺസ്ട്രക്ഷനാണ് ഫുള്ള് നടക്കുന്നത്. ഓക്കെ, എനിക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നതെന്നാണ്. ചുമ്മാ നടന്നാൽ മതിയായിരിക്കും. അപ്പം എനിക്ക് ആ വഴിക്കാണ് പോകാനുള്ളത്, ആളുകൾ നടക്കുന്ന വഴി. ആരുമില്ല, ഇവിടെ ആരുമില്ല, പോവാം. ഇതുണ്ടോ, ഇത് എയറോ സിറ്റിയുടെ എന്തോ ഒരു വണ്ടിയാണ്. കൺസ്ട്രക്ഷൻ്റെ ആണോ അതോ മെയിൻ്റനൻസിൻ്റെ ആണോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഈ വാക്ക് വേ വഴി അങ്ങോട്ട് ക്രോസ് ചെയ്യണം നമുക്ക്. ഇഷ്ടം പോലെ ആൾക്കാരാണ് നടക്കുന്നത്. ക്ലൈമറ്റ് ഇത്രയും ചൂടുള്ളൊരു ക്ലൈമറ്റായിട്ടും ഇഷ്ടം പോലെ ആൾക്കാർ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നല്ല കോസ്റ്റാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആളുകൾ കുറേ പേര് നടക്കുന്നുണ്ട് എന്തായാലും. എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ അപ്പർ സൈഡിലേക്ക് പോകണം, വലത് സൈഡിലേക്ക് പോകണം. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാം. ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള പണിയിലാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ അതിന് താഴെ. എനിക്ക് ഇവിടുന്ന് ഇനിയൊരു 500 മീറ്റർ കൂടെ പോകാനുണ്ട്. എൻ്റെ ഹോട്ടൽ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഒരു ഏരിയയിലായിരിക്കണം. ഈ ഒരു സൈഡ് മൊത്തം ഇഷ്ടംപോലെ ഹോട്ടലുകൾ അവൈലബിൾ ആണ്. ബാറ്, ഹോട്ടൽ, സ്റ്റേ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം അവൈലബിൾ ആണ്. എയറോ സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ ഞാൻ നോക്കിയായിരുന്നു, പല റേറ്റിലുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഒരു 500 രൂപയൊക്കെ തുടങ്ങിയിട്ട് ഉള്ളതുണ്ടെന്ന് തോന്നുന്നു. അത്രയും റേറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ എനിക്കിനി ഇവിടുന്ന് റൈറ്റിലോട്ട് പോയാൽ മതി. ഒരു 300 മീറ്ററേ ഉള്ളൂ, തൊട്ടടുത്ത് തന്നെയാണ്. ഈ ഏരിയ കുറച്ചുകൂടി ആള് കുറഞ്ഞ് കുറച്ചുകൂടി കാമാണ്. വണ്ടിയൊന്നുമില്ല, പിന്നെ സ്ട്രീറ്റ് സൈഡ് വെൻഡേഴ്സ് ഒന്നുമില്ല. ഇത് മെയിൻലി ഹോട്ടൽസ് ആൻഡ് എനിക്ക് തോന്നുന്നു ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഹോട്ടലും പിന്നെ കുറച്ച് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് എല്ലാം കാണാം. അപ്പോൾ അത് ഈ കാണുന്നതാണ് ഞാൻ എടുത്തത്, ഹോട്ടൽ ഡീസൻറ്റ് സ്യൂട്ട്സ്. അപ്പോൾ ഈ കാണുന്നതാണ് എൻട്രൻസ്. ഇതാണ് ഞാനെടുത്ത ഹോട്ടൽ. സോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു, ദെൻ റൂമിലേക്ക് പോവുകയാണ്. ഓക്കെ, താങ്ക് യു. സോ ഇതാണ് റൂം.
ഒന്നുമില്ല. Food and beverage call. ഓക്കെ Management 9609. Okay. Wi-Fi password. ഓക്കെ. വൈഫൈ പാസ്വേഡ് ഇസ് ये दो. मोबाइल नंबर. ओके ओके ठीक है. हाँ हाँ ठीक है भाई, താങ്ക് യു. വളരെ ചെറിയൊരു റൂമാണ്. ബട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഡൽഹി വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്ത് പോകുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. ഇത് വരുമ്പോൾ ഇവിടെ ടോയ്ലറ്റ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള അവൈലബിളാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാനോർത്ത് ഇത് ചുമരാന്ന്, പക്ഷേ സംഭവം ചുമരല്ല. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. കുറച്ച് ഇടുങ്ങിയ സ്ഥലത്താണ് ഇത്. ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് മുകളിലേക്ക്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. അപ്പോൾ ഇതൊക്കെയാണ് റേറ്റ്. ബിരിയാണി, ഒരു ഫുൾ ബിരിയാണി 290. പിന്നെ ഞാൻ ഓർത്ത അത്ര അങ്ങോട്ട് കത്തിയല്ല കേട്ടോ. ഞാൻ ഓർത്ത് വാങ്ങാൻ പറ്റൂലെന്ന് അവിടുന്ന്. ഇവിടെ ഔട്ട്സൈഡ് ഫുഡ് നോട്ട് അലൗഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ബർഗർ, പിസ്സ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ കയറ്റി വിടുമെന്നാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് കഴിച്ച് വൃത്തികേടാക്കാതിരിക്കാനായിരിക്കും. അപ്പോൾ ബിരിയാണി അതൊന്നും തരക്കേടില്ലാത്ത റേറ്റൊക്കെ തന്നെയാണ്. ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. 24/7 ആണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട്, പക്ഷെ ചെയറില്ല. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ചെയർ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ചെയർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഭക്ഷണം കഴിച്ച് നോക്കാം. പക്ഷേ ടി വി ഓണാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ വന്ന ആളുടെ അടുത്ത് ടി വി ഓണാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആളെന്തോ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ഇനിയിപ്പോൾ ആൾ കയറി വരുമോ അറിയില്ല. ബട്ട് ഫുഡ് കഴിച്ച് നോക്കാം. അപ്പോൾ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് എന്താണെന്നാണ് ഓക്കെ. മോരാണ്. അപ്പോൾ ഫുഡ് എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പോൾ കഴിച്ച് നോക്കാം ഫുഡ്. ഫുഡ് വന്നിട്ട് കുറച്ച് നേരമായി ആക്ച്വലി. പക്ഷേ ടി വി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ടി വിയുടെ ടെക്നീഷ്യൻ വന്നിട്ട് കുറച്ച് നേരം പോയി. പക്ഷെ അപ്പോഴും ചൂട് ഇപ്പോഴും ഉണ്ട്. ഭയങ്കര മസാലയാട്ടോ. മസാല കൂടിയിട്ട് ചുവന്ന കളറാണ് ബിരിയാണിക്ക്. ഞാനോർത്ത് ഒരു പീസ് ചിക്കനുള്ളൂ എന്ന്. ഇതാണ് ഫുഡ്. നല്ല വിശപ്പുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല സ്വാദ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് എയറോ സിറ്റി വരെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈവനിങ് ടൈമായി, 6 മണിയായി. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഈ ഏരിയ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, ഇതിൻ്റെ സറൗണ്ടിങ് ഏരിയയും. ഹോപ്പ്ഫുള്ളി എയറോ സിറ്റിയിൽ അത്യാവശ്യം ഏരിയാസ് ഒന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി. ഞാനൊരു ഓട്ടോ ബുക്ക് ചെയ്തു. ബട്ട് ആൾക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആൾ കിടന്ന് കറങ്ങുകയാണെന്ന് തോന്നുന്നുണ്ട്.
എയറോ സിറ്റിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് എയറോ സിറ്റിയിലെത്തി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുള്ള വഴിയാണ്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ പ്രൈഡ് പ്ലാസ ഹോട്ടലാണ്. ഈ ഒരു റൗണ്ട് അബൌട്ട് എന്ത് ഭംഗിയാന്ന് നോക്കി, എന്ത് അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു ഷോട്ടിൽ ഇന്ത്യ തന്നെയാണെന്ന് ഡൗട്ട് വരും, അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും നല്ലൊരു പോഷ് ഏരിയ ആണ്. അപ്പോൾ ഞാൻ ആ വഴി അങ്ങോട്ട് കടക്കാമെന്ന് വിചാരിച്ചു. ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷ ഒരെണ്ണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് ഓട്ടോറിക്ഷ കയറ്റൂല എന്നാണ്. എയറോ സിറ്റിയുടെ ഉള്ളിലേക്ക് ഓട്ടോറിക്ഷ കയറ്റൂല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ഏരിയ അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ആളുകൾക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് സ്ഥലമുണ്ട്. ഇവിടെ കുറച്ച് സ്ഥലങ്ങളുടെ പേരാണ്: പസഫിക് അവന്യൂ, മാൻഹാട്ടൻ ഡ്രൈവ്, പെനിൻസുലാർ ഡ്രൈവ്, ഓർക്കാഡ് അവന്യൂ. കുറച്ച് മോഡേൺ ആയിട്ടുള്ള പേരുകളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോഴെല്ലാ ഏരിയയിലും നല്ല കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഡെവലപ്ഡ് ആയിട്ട് വരുന്നൊരു ഏരിയ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും എന്തെങ്കിലുമൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടാവും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ ഒരു 5 yearsൽ അൺറെക്കഗ്നൈസബിൾ ആവും മിക്കവാറും. കാരണം ഇവിടെ ഇങ്ങനെ ഈ ഫുട്പാത്തിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ഇരിക്കാനൊക്കെ ആയിട്ട് സ്ഥലമുണ്ട്. പിന്നെ ഫുള്ളി CCTV സർവൈലൻസ് ഉണ്ട്. കാണുന്നു കംപ്ലീറ്റ് CCTV ആണ്. പിന്നെ അതുപോലെ തന്നെ പോലീസ് പെട്രോളിങ് എപ്പോഴും ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്. ഇപ്പോൾ ഞാനൊന്നും കണ്ടില്ല, ബട്ട് ലാസ്റ്റ് ടൈം വന്നപ്പോൾ കംപ്ലീറ്റ് പോലീസ് പെട്രോളിംഗ് ഉള്ള സ്ഥലമായിരുന്നു. എന്ത് ഭംഗിയായിട്ടാണ് വഴികൾ ചെയ്തേക്കുന്നത് നോക്കി. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏരിയയാണ്, നല്ല ക്ലീനാണ്. ഹോട്ടൽ ഹയാത്ത് കാണാം കേട്ടോ ഇവിടെ റൈറ്റ് സൈഡിൽ. അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് വില്ലേജ് പോലത്തെ ഒരു ഏരിയ എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കുറച്ച് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. പിന്നെ ഇതൊരു ഓപ്പൺ ഓഡിറ്റോറിയം എന്ന് തോന്നുന്നു. യെസ്.